നമസ്കാരം. പിണറായി വിജയൻ്റെയും മകളുടെയും മരുമകൻ്റെയും മകൻ്റെയും എല്ലാം ഏർപ്പാട് തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും മാത്രമാണെന്ന് ഇപ്പോൾ ഓരോ ദിവസം തോറും തെളിഞ്ഞു വന്നിരിക്കുകയാണ്. മുമ്പ് ഞാനാണ് ഈ കാര്യം ആദ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ്റെ തട്ടിപ്പും അതേപോലെ അന്ന് 75 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട പണം SNC ലാവ്ലിൻ വഴി കനേഡിയൻ ഗവൺമെൻറ് അടക്കമുള്ള ഏജൻസികൾ എടുത്ത് നേരെ അയച്ചിരിക്കുന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പുറത്ത് കൊണ്ടുവന്നത്. അന്ന് പലരും വിശ്വസിച്ചിരുന്നില്ല. ഈ രേഖ എൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്തതും മാത്രമല്ല ഞാനത് തുടർച്ചയായി വിളിച്ചു പറഞ്ഞതും. ആ രേഖയടക്കമുള്ള കാര്യങ്ങളാണ് മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ 2005 ഫെബ്രുവരി 2 ക്രൈമിൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി എടുത്തുകൊണ്ടുപോയത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓഫീസ് കത്തിക്കുകയും അങ്ങനെ എന്നെ എല്ലാ തരത്തിലും ഭീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ക്രൈമിൻ്റെ പ്രസ്ഥാനം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഉറച്ചു നിന്നു. സത്യം എന്തെങ്കിലും ഒരു പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും, ലോകം അംഗീകരിക്കും എന്നുള്ള കാര്യം. അന്ന് ഞാൻ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ലാവ്ലിൻ കേസിൻ്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത്. അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന 75 കോടി രൂപയുടെ രേഖകൾ അടക്കം പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ എന്നാൽ ഈ രേഖകളെല്ലാം തട്ടിക്കൊണ്ടുപോയ ശേഷം മരുമകൻ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല മന്ത്രിസ്ഥാനമടക്കം പിന്നീട് കൊടുക്കേണ്ടി വന്നു. മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. കേരളത്തിലെ പ്രമുഖരായ CPM നേതാക്കന്മാർ ഉള്ളപ്പോൾ അവരെയെല്ലാം മറികടന്ന് അവരുടെ തലയ്ക്ക് മുകളിലൂടെയാണ് റിയാസിനെ MLA ആക്കുന്നതും മന്ത്രിയാക്കുന്നതും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം പിണറായി വിജയൻ വിചാരിച്ചാൽ ഏതൊരാളെയും നല്ലതാക്കാനും ചീത്തയാക്കാനും കഴിയും. ഒറ്റ ദിവസം കൊണ്ട് മുഹമ്മദ് റിയാസ് ലോകത്തിലെ ഏറ്റവും നല്ല പുണ്യാളനായി. അങ്ങനെ അദ്ദേഹം മന്ത്രിയായി എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചത് വഴി മുഹമ്മദ് റിയാസിന് ഒരു മന്ത്രിയാവാൻ കഴിഞ്ഞു. പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ. നമ്മളെ മുന്നിലുള്ള ചോദ്യം, ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറമാണ്. ഇവർ ഏതൊക്കെ തരത്തിലാണ് നടത്തിയിട്ടുള്ളത്? ഏത് മേഖലയിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ബഹുമിടുക്കനാണ് പിണറായി വിജയൻ. മുഹമ്മദ് റിയാസ് ഭരിച്ചിരുന്നത് ഏതാണ്? മന്ത്രിയായിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അതിലെ റോഡ് പണികളും അതേപോലെയുള്ള ടൂറിസം വകുപ്പുകളും ഉണ്ടായിരുന്നു. ഈ 2 വകുപ്പൊന്നും കിട്ടാവുന്ന മാക്സിമം ഊറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ തന്ത്രപരമായി. ഇവിടെയൊന്നും പൈസ കൊടുക്കില്ല, വിദേശത്തേക്ക് അയക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ കണ്ടത്. ഏകദേശം 20 കോടിയോളം രൂപ CMRL നിന്ന് വന്ന പണം കോഴിക്കോട്ടേക്ക് ഒരു കമ്പനിക്ക് അയച്ച് അവിടുന്ന് ഇവർക്ക് കുറേ ആളുകൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? ദുബായിലെത്തിച്ചു. ദുബായിൽ നിന്നോ നേരെ അമേരിക്കയിലെത്തിക്കും. അമേരിക്കയാണ് പ്രധാനപ്പെട്ട പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. വളരെ രഹസ്യമായി സൂക്ഷിക്കാം. ദുബായിൽ തന്നെ UAE തന്നെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന രേഖ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന രേഖ അടക്കമുള്ള പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ രേഖകളാണ് എനിക്ക് മുമ്പ് കിട്ടിയത്. എന്നാൽ എനിക്കുണ്ടായ അനുഭവം എന്താണ്? അത് കിട്ടിയെന്ന് എങ്ങനെയോ പിണറായി വിജയൻ മണത്തറിഞ്ഞു. ആ അറിഞ്ഞ ഉടൻ തന്നെ എൻ്റെ പേരിൽ വീണ ജോർജിനെ മുന്നിൽ നിർത്തി ഒരു കള്ളക്കേസ് കൊടുക്കുന്നു. എന്നിട്ട് ഓഫീസും വീടും റെയ്ഡ് ചെയ്യുന്നു. പിണറായി വിജയൻ്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഈ രേഖകൾ തപ്പിയെടുത്തു. എന്നിട്ട് CCTV ദൃശ്യങ്ങളൊക്കെ ഊരിയെടുത്തു. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് അറിയാമോ പുറത്തു വരുന്നത്? വീണ വിജയൻ്റെ മൊബൈൽ ഫോണിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള വിദേശത്തുള്ള അവരുടെ ഇടപാടുകളുടെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ക്ലൗഡിലെ എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോറൻസിക് ലാബിനെ സമീപിച്ചിരിക്കുന്നു പോലീസ്. അത് അതായത് എൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ ഫുൾ രേഖകൾ വരുമ്പോൾ ലോകം ഞെട്ടും. കാരണം 1 ലക്ഷം കോടിയിൽ മേലെ പിണറായി വിജയൻ വിദേശത്തുള്ള കള്ളപ്പണ ഇടപാടിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ക്ലൗഡിലുണ്ട്. ക്ലൗഡ് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ മൊബൈലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണിലെല്ലാം ഇതിനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ കോഡും മറ്റും കൊടുത്താൽ മാത്രമേ അത് യഥാർത്ഥ ആൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫോറൻസിക് ലാബ് വഴി അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതാണ് ഇപ്പോൾ പോലീസ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന അടിത്തട്ട് വരെയുള്ള
അന്വേഷണമാണ്. ആ അടിത്തട്ട് വരെ അന്വേഷണം കഴിയുമ്പോൾ പിണറായി വിജയൻ മാത്രമല്ല മകളും മകനും മരുമകനും എല്ലാം അറസ്റ്റിലാകും. നേരത്തെ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്താ? ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് അബുദാബി കോമേഴ്ഷ്യൽ ബാങ്കിൽ ലാവ്ലിംഗ് കമ്പനിയിൽ നിന്ന് പണം വന്നിരുന്നു. ലാവ്ലിംഗ് കമ്പനി എങ്ങനെയാണ് പണം വരുന്നത്? ലാവ്ലിംഗ് കമ്പനിക്ക് 100 കോടി രൂപയ്ക്ക് പകരം, അതായത് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഈ ബാലാനന്ദം കമ്മിറ്റി 100 കോടി രൂപയ്ക്കാണ് തീർക്കാമെന്ന് പറഞ്ഞിരിക്കെ ഇവർ നടത്തിയിരിക്കുന്നത് 278 കോടി രൂപയ്ക്കാണ്. ഒരു കമ്പനി പോലും അല്ലാത്ത, ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത ഇടനിലക്കാർ മാത്രമായി SNC ലാവലിന് പിണറായി വിജയൻ കരാർ കൊടുത്തത്. അതിലൂടെ 178 കോടി രൂപയാണ് ഉള്ളത്. അതിൽ തന്നെ 100 കോടി രൂപയിൽ തന്നെ 100 കോടിക്ക് ബെല്ലെന്ന് പറയുന്ന സ്ഥാപനം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മുന്തിയ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യാമെന്നാണ്. പെൻ സ്റ്റോക്കും അതേപോലെ ജനറേറ്റർ അടക്കമുള്ള സാധനങ്ങളാണല്ലോ ഈ പദ്ധതികൾക്ക് വേണ്ടി, ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പുനരുദ്ധരിക്കാനും അതേപോലെ നവീകരിക്കാനും വേണ്ടത്. എന്നാൽ SNC ലാവലിൻ എന്നുള്ളത് ഒരു കമ്പനിയല്ല, പ്രൊഡക്ഷൻ കമ്പനിയല്ല, ഏതൊക്കെയോ വേസ്റ്റായ കമ്പനികളിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടിറക്കിയത്. അതുകൊണ്ടാണല്ലോ പള്ളിവാസൽ പദ്ധതിയിൽ പൊട്ടലുണ്ടായത്, പെൻ സ്റ്റോക്ക് പൊട്ടി ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള സാധനം വളരെ മോശമായ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചത്. അതിലൂടെയും ലാഭമാണ്. അങ്ങനെ അന്ന് മുതൽ 1996-98 മുതലാണ് പിണറായി വിജയൻ ഈ തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും തുടങ്ങിയത്. പിന്നീട് ആരും അറിയാതെ പാർട്ടിയെ പൂർണ്ണമായി കൈയടക്കി. ഇതേപോലെ നമ്മുടെ എന്ത് ചെയ്തു? പാർട്ടിയെ ഇതാക്കിയത് മാത്രമല്ല, ഭരണം കിട്ടിയപ്പോൾ ഭരണം മുഴുവൻ ഉപയോഗിച്ച് തട്ടിപ്പ നടത്തിയത്. ആരോഗ്യമേഖല, വീണ ജോർജിൻ്റെ ആരോഗ്യമേഖലയിൽ നിന്ന് എൻ്റെ അഭിപ്രായത്തിൽ 10 വർഷം കൊണ്ട് ആവറേജ് ഒരു 4-5 കോടിയുടെ 3 കോടി 4 കോടിയുടെ മൊത്തം ബിസിനസ് നടന്നുണ്ട്. മരുന്ന് വാങ്ങുന്നതും അതേപോലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതും അങ്ങനെയുള്ള കാരണങ്ങൾ വഴി അതിലൂടെ കിട്ടുന്ന എന്താണ്? 25-30%. അതെല്ലാം വിദേശത്താണ് എത്തിച്ചത്. വീണ ജോർജിനുമുണ്ട് വിദേശത്ത് ഇടപാടുകൾ. വീണ ജോർജ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങിയിട്ട് വിദേശത്ത് പോയി ഇതിന് വേണ്ടിയിട്ടാണ്. പിണറായി വിജയൻ ഈ വിധത്തിൽ മിനിമം 1 ലക്ഷം കോടി രൂപയുണ്ടെന്നുള്ള കണക്കൂട്ടലാണ് എനിക്കുള്ളത്. കാരണം 10,000 കോടി രൂപയുടെ കള്ളപ്പണത്തിൻ്റെ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. ഇപ്പോൾ എന്തായാലും അന്ന് ഞാൻ പറഞ്ഞത് പലരും വിശ്വസിച്ചില്ല. എന്നെ ചില പത്രക്കാർ വന്ന് ചോദിച്ചു, നിങ്ങളെടുത്തുനിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്? എല്ലാ കാലത്തും സത്യം മൂടി വയ്ക്കാൻ പറ്റില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എത്ര കാലം സ്വർണ്ണപാത്രങ്ങൾ മൂടി വെച്ചാലും സത്യമായ ഒരു ദിവസം പുറത്തു വരും എന്നുള്ളതിൻ്റെയാണ് ഇപ്പോൾ പിണറായി വിജയനും മരുമോനും മകളും മകനും എല്ലാം ഭാര്യയും അടക്കമെല്ലാം എല്ലാവരും കൂടെ തിരുട്ട് കുടുംബത്തെ ഒന്നിച്ച് പൊക്കിക്കൊണ്ടുപോകാൻ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് റെഡിയായത്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്? നമ്മൾക്കറിയാം. ഇത്രയും കാലം പിണറായി വിജയനെ ഇവിടെ നിർത്തിയത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിലായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ ഇവിടെ കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളതായിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ പോയി കോൺഗ്രസ് വന്നു. ഇനി പിണറായി വിജയൻ ആർക്കും ആവശ്യമില്ല. ആ പിണറായി വിജയൻ പാഴ്വസ്തുവാണ്. ഇനി പിണറായി വിജയനെ നശിപ്പിച്ചാൽ ഇവിടെ പാർട്ടി വളരാമെന്നാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്രയും കാലം BJP ആണ് പിണറായി വിജയനെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല സുദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. നല്ല വാർത്തയ്ക്കും വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.